നല്ല ദിവസം. ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാലയുടെ 10-ാം ദിവസം. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. അതിൽ യേശുക്രിസ്തുവിനെ മുൾമുടി ധരിപ്പിക്കുന്ന സംഭവമാണ് ധ്യാന വിഷയമാകുന്നത്. സുവിശേഷം വായിക്കാൻ ആഗ്രഹിക്കുന്നവർ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാം വാക്യവും, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യവും, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 29-ാം വാക്യവും ഒന്ന് നോക്കുന്നത് നല്ലതാണ്. യേശുക്രിസ്തുവിനെ മുൾമുടി ധരിപ്പിക്കുക. മുള്ളുകൾ നിർമ്മിക്കുന്നത് ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ അതുകൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. മുൾച്ചെടികളും മുള്ളുകളും നിർമ്മിക്കുന്നത് യഹോവയായ ദൈവം സൃഷ്ടികർമ്മത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീയെ ഞാൻ മുള്ളുകൾ നിർമ്മിക്കും, മുൾച്ചെടികളും ഇവിടെ വളർത്തപ്പെടും. ഇതൊക്കെ ഒരു ദൈവശാസ്ത്രപരമായ അർത്ഥം നമുക്ക് നോക്കി കണ്ടെത്താൻ സാധിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ചമ്മട്ടി അടിക്കൊണ്ടു, ഞാങ്ങണ കൊണ്ടടിക്കപ്പെട്ടു, കൈ കൊണ്ട് ശിരസിലടിക്കപ്പെട്ടു. ശിരസിലടിക്കപ്പെട്ട് വേദന കൊണ്ട് നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശിരസിലേക്കാണ് മുൾക്കിരീടം പതിപ്പിക്കുന്നത്. മുൾക്കിരീടം ഇങ്ങനെ വെറുതെ എടുത്തു വെച്ച് സന്തോഷം കാണുകയല്ല. മുൾക്കിരീടം എടുത്തു വെച്ച് ഒന്ന് അമർത്തുക. ഒരു തൊട്ടാവാടിയുടെ മുള്ളു കൊണ്ടാൽ, എന്തിന്, ഒരു സൂചി കൊണ്ടോ ഒരു സിറിഞ്ച് കൊണ്ടോ ചെറുതായിട്ടൊന്ന് കുത്തുമ്പോൾ നമ്മൾ ഒന്ന് ഞെട്ടും, അല്ലേ? എത്ര വലിയ ധൈര്യശാലിയാണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പെടയെന്ന് വെച്ചാൽ ചെറിയൊരു വേദന വരും. ഉറുമ്പ് കടിച്ചാൽ നമ്മൾ ഉടനെ തൂക്കും. അപ്പോഴേ ഒന്ന് ആലോചിക്കുക, ചുറ്റും മുള്ളുകളുള്ള ഒരു കിരീടം ശിരസിലേക്ക് വെച്ച് അമർത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വേദനകൾക്ക് പരിഭവമില്ലായിരുന്നു എന്നതാണ് പ്രത്യേകത. അതാണ് നമുക്ക് ഇന്നത്തെ ധ്യാന വിഷയം. യേശുക്രിസ്തുവിനെ ഒരു പരിഹാസത്തിൻ്റെ കഥാപാത്രമാക്കി വഴിനീളം നടത്തി, ചാട്ടവാറ് കൊണ്ടടിച്ചു, മുൾക്കിരീടം വെച്ചു, മുഖത്ത് കാർക്കിച്ചു തുപ്പി, ചിലർ കല്ലെറിയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു അവിടെയൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കുവിൻ. മരണത്തിൻ്റെ അത്യാസനത്തിൽ കിടക്കുമ്പോഴും, മരണത്തിൻ്റെ അവസാന മുഹൂർത്തം കണ്ണിൽ കാണുമ്പോഴും അടുത്തു നിൽക്കുന്ന സഹോദരങ്ങളെ കാണാൻ, അതാണ് കവി എഴുതിയത്, അടുത്തു നിൽപ്പോരനുജനെ കാണാൻ ശികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് ചോദിക്കുന്നില്ലേ? അതുകൊണ്ട് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യേശു തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വാക്കാണത്. നിങ്ങളുടെ മക്കളെ ഓർത്ത് വിലപിക്കും. യേശുവിന് വേദന വലിയ വിഷയമില്ലായിരുന്നു. അപ്പോൾ വേദനകൾ വന്നാൽ, വേദന അനുഭവിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറയാറില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്ന ആളുമല്ല. വേദനകൾ വന്നുപോയാൽ ഇതിനെ ഉൾക്കൊള്ളാനുള്ള മാനസിക ധൈര്യം നിങ്ങൾക്കുണ്ടാവണം. അതിനുവേണ്ടി മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു രഹസ്യം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു പീഡാനുഭവത്തെക്കുറിച്ച് നമ്മൾ ധ്യാനാത്മകമായി ചിന്തിക്കുന്നത്. ഇനിയും യേശുക്രിസ്തു ഇതിനൊന്നും കണക്ക് ചോദിച്ചില്ല. അവസാനം ഞാൻ നിനക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ചില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയും ഞാൻ നിനക്ക് വേണ്ടി വിലാപിൽ കുത്തേറ്റില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പീഡകളെക്കുറിച്ച് യേശുക്രിസ്തു ഉദ്ധിതനായതിനു ശേഷം ഒന്നും പറയുന്നില്ല. ഇപ്പോൾ തോമസിനെ മാത്രം വിളിച്ചു പറഞ്ഞു, നീങ്ങുക, എൻ്റെ വിലാപ്പുറത്തെ ഇത് കാണുക, അല്ല എൻ്റെ കൈകൾ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇതിനൊന്നും കണക്ക് പറയാത്ത ഒരാളാണ് യേശു. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ, അമ്മമാരായിരിക്കാം, അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ മക്കളായിരിക്കാം, ജീവിതത്തിൽ നമ്മൾ സമൂഹത്തിനോ വ്യക്തികൾക്കോ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യത്തിനും കണക്ക് പറയരുത്. നമ്മുടെ കടമ, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കടമ നമ്മൾ നിർവഹിച്ചു. മുൾക്കിരീടം തരുന്ന ചിലപ്പോൾ ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, ഭർത്താവായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളോ നാട്ടുകാരോ കൂടപ്പിറപ്പുകളോ അല്ലെങ്കിൽ വഴിപോക്കറോ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവരൊക്കെ ആയിരിക്കാം. ഇട്ടേക്കുക. മുൾക്കിരീടം കൂടെയുണ്ട് എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ടെന്ന് പറയും. മുൾക്കിരീടം കണ്ട് പേടിക്കുന്നത്. ഞാനൊരു കാരണം പറഞ്ഞ് അവസാനിപ്പിക്കണം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പലപ്പോഴും അമ്മമാർ പറയുന്നുണ്ട്, ഞാൻ നൊന്ത് പ്രസവിച്ചു. അപ്പം പറയാണ്ട്, ഞാൻ നിനക്ക് വേണ്ടി മണലാരണ്യത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചു. ഞാൻ അവിടെ നിന്ന് കുബൂസ് മാത്രം കഴിച്ചുകൊണ്ട് ഞാൻ നിനക്ക് പൈസ അയച്ചു തന്നു. ഇതൊന്നും നമ്മൾ കണക്ക് പറയണ്ട. ഞാൻ 10 നില കെട്ടിടം പണിഞ്ഞു സ്കൂളുണ്ടാക്കി. ഞാൻ 15 നില കെട്ടിടം പണിഞ്ഞ് കോളേജ് പണിഞ്ഞു. ഞാൻ സിസ്റ്ററായിരിക്കും, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്തു കൊടുത്തു. ഇപ്പോൾ കണ്ടില്ലേ, ആർക്കും വേണ്ടാത്തവനെ പോലെ കിടക്കുന്നു. ഇല്ല, ഇത് കണക്ക് പറയാൻ നമുക്ക് ഒരു അധികാരമില്ല. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, പ്രിയ സുഹൃത്തെ, ഇതൊരു കാലഘട്ടത്തിൽ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവം പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവിൽ നിന്നെ നിയോഗിച്ചു. ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ചു. ഒരു കാള എല്ലാം പൂട്ടി വൃത്തിയാക്കിയിട്ട് തിരിഞ്ഞ് യജമാനോട് ചോദിക്കാറില്ല, ആണ്ട് ഈ മനോഹരമായി കായ്ച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ കുലച്ചു നിൽക്കുന്ന നല്ല നെൽക്കതിരുകൾ ഇത് ഞാൻ പൂട്ടിയത് കൊണ്ടാണ് ഈ നെൽക്കതിരുകളെല്ലാം കതിരായത് എന്നൊരു കാളയും പറയാറില്ല. കണക്ക് പറയണ്ട. കണക്ക് പുസ്തകം ദൈവം സൂക്ഷിക്കുന്നെങ്കിൽ ദൈവം സൂക്ഷിച്ചോളും. തിരിച്ച് നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ നീ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയല്ലേ ചെയ്ത് എന്ന് പറയുമ്പോഴും കണക്ക് പറയണ്ട. കാണുന്നവനെല്ലാം കാണുന്നുണ്ടല്ലോ. അടയ്ക്കാത്ത ദൃഷ്ടിയുള്ള കർത്താവിൽ ദൃഷ്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോകുക. വേദനകളെ സഹിക്കാൻ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജോൺസൺ കരൂർ.